ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ എണീറ്റുള്ളൂ, ലേറ്റായി. നല്ല നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഞാൻ ഉറങ്ങി. അപ്പോൾ ഇനി എണീക്കണം, റെഡി ആവണം, പോകണം. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ പ്ലാന് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അത് ഇന്നലെ രാത്രിയാണ് ഞാൻ അറിയുന്നത്. അപ്പം ഗ്ലാസ് ബ്രിഡ്ജ് പോകണം, അവിടെ നിന്ന് നേരെ ചോമകുണ്ടി ഹിൽസ്. അപ്പോൾ ഗൈസ് ഞാൻ പോയി ഫ്രഷ് അപ്പ് ആട്ടെ. സോ അഗെയിൻ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ നേരെ പോകാൻ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 9 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ എന്തായാലും എൻ്റെ സ്റ്റേ ചെയ്ത അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. സോ ഇൻ കേസ് നിങ്ങൾ നെക്സ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. ഫുഡും കാര്യങ്ങളൊന്നും പ്രൊവൈഡഡ് അല്ല, അത് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇവിടെ എന്തായാലും നോക്കണം. പിന്നെ റിമൈനിങ് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. എന്താ പറയുക, നല്ല ക്ലീനുള്ള സ്ഥലം തന്നെയാണ്. 24 hours ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും സോളോ ട്രിപ്പ് വരുന്ന ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ വരാം. അപ്പോൾ ഞാൻ എന്തായാലും ലൊക്കേഷൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. സോ അതായത് ഞാൻ പോകുന്ന ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ. സോ ഇനി പറഞ്ഞതുപോലെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നേരെ 2-3 സ്ഥലം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഓൾറെഡി ടിക്കറ്റ് എടുത്തു. 200 rupees പെർ ഹെഡ്. പിന്നെ എന്താ പറയുക, നല്ല തിരക്കുണ്ട്. 4 days ലീവ് ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ കൊള്ളാം. ഞാനിതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയാണുള്ളത്. ആക്ച്വലി 200 rupeesനുള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളി സംഭവമാണ്. സോ ഗൈസ്, ഞാനിപ്പം ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി പോകുന്നത് ചോമകുണ്ടി ഹിൽസിലേക്കാണ്. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 40 kilometers എന്നുണ്ട്. പറ്റാവുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ തിരക്കില്ലാതെ, അതായത് ഓപ്പണിങ് അറൗണ്ട് 6:30 സംതിങ് ടൈമിനാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. സോ ആ ഒരു ടൈമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ തിരക്കില്ലാതെ വന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് പോവാം. അപ്പോൾ ഗൈസ് ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ടാണ്. സോ ഗൈസ്, ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുള്ളത്. അതായത് ചോമകുണ്ടി ഹിൽസ് എന്ന് പറഞ്ഞൊരു ഹിൽസ് ഗൂഗിളിൽ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 7 months മുന്നേ ഒക്കെ അതിനകത്ത് റിവ്യൂ ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് വന്നത്, പക്ഷേ ചെറുതായിട്ട് പെട്ടുപോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഈ റൂട്ട് ആക്ച്വലി കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. സോ മാപ്പ് പ്രകാരം ആക്ച്വലി ഇതിൽ വഴി വന്നിട്ട് ഇങ്ങനെ മേലോട്ടേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് എന്തോ അതൊരു സേഫ് ആയിട്ടുള്ളൊരു കാര്യമെല്ലാം തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രിപ്പ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുന്ന് ചിലവറ വാട്ടർഫാൾസിലേക്ക് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അവിടെ നിന്ന് നേരെ ചിലവറ വാട്ടർഫാൾസിലേക്ക് വന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, നേരത്തെ പോയ പോലെയല്ല. അവിടെ ആക്ച്വലി ഞാൻ പോകണ്ട എന്നുള്ളൊരു വിചാരിച്ചായിരുന്നു, പക്ഷേ ഒരുപാട് നല്ലൊരു 4.6 അടുത്ത് റേറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരെങ്കിലും കൂർഗിൽ വന്നിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. സോ വളരെ ചെറിയൊരു ഇടവഴിയിൽ കൂടെ വേണം പോകാൻ. ശ്രദ്ധിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ
ഊരി വീഴും ഗൈസ്, അത്യാവശ്യം സ്ലിപ്പാവുന്നുണ്ട്. ഇതിൽ ഇറങ്ങുന്നത് ഇച്ചിരി ടാസ്ക് പിടിച്ച കാര്യമാണ്, എന്നാലും ഞാൻ ഇറങ്ങുന്നുണ്ട്. നല്ലൊരു വ്യൂ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഓക്കെ, ഇത് കുഴപ്പമില്ല ഗൈസ്, ഇറങ്ങാൻ പറ്റും, വലിയ സീനൊന്നുമില്ല. ചെറുതായിട്ടൊരു സ്ലിപ്പറി ഉള്ളൊരു സ്ഥലമാണെന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇറ്റ്സ് നൈസ്. ഞാനിതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ആക്ച്വലി ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കയറുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ബോർഡ്. സോ ദാറ്റ് അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല, ഡേഞ്ചറാണെന്നുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സോ ഞാനവിടെ ഇറങ്ങാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ വെള്ളമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കണ്ടതുകൊണ്ടും ഒക്കെയാണ് ഞാൻ ഇറങ്ങിയത് തന്നെ. അതുകൊണ്ട് ആരെങ്കിലും നെക്സ്റ്റ് ടൈം ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് അത് വെള്ളച്ചാട്ടം കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ഇറങ്ങാതിരിക്കുക, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണത്. സോ ഗൈസ്, ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്, കുശാൽ നഗർ. സോ അവിടെ അറൗണ്ട് നമുക്കൊരു 1.5 ട്രാവലുണ്ട്. സോ അതിന് മുന്നേ ഞാൻ ഫുഡ് ചെയ്യണം, ഫോണിലാണ് ഒട്ടും ചാർജും ഇല്ല. സോ ഗൈസ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇപ്പം 2:30 ആയി. സോ ഇനിയും നമുക്കൊരു 1.5 hour ട്രാവലുണ്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക്. ഫോണിനൊട്ടും ചാർജില്ല, അതുകൊണ്ട് ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തി. എൻട്രൻസിലേക്ക് കയറാൻ പോകുന്നത്. സോ ഗൈസ്, ഇതാണ് ഇതിനകത്തുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ, അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള ഒരു പെർമിഷൻ ഇല്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം ഇവിടെ ഇരുന്നിട്ട് എന്താ പറയുക, ഒരു മൈൻഡ് ഒന്ന് റിഫ്രഷ് ഒക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ ഇവിടെ ചില എന്താ പറയുക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് എന്തൊക്കെയോ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മുടെ കൂറിലെ 2ാമത്തെ ദിവസമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടൊന്നുമില്ല, 2-3 സ്ഥലത്തിൽ പോയിട്ടുണ്ട്. കുറേ ദിവസം 1ാമത്തെ പ്രശ്നം വെച്ചാൽ ടൈമിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈക്ക് റെൻറ്റിന് എടുക്കണം. സോ അത് നമ്മൾക്ക് 8 o'clock തിരിച്ചു കൊടുക്കണം. സോ ആ ഇഷ്യൂ കൂടി ഉള്ളത് കൊണ്ട് വേറെയും കൂടി കവർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, നടന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഗോൾഡൻ ടെമ്പിൾ. ആൻഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് സോ ഇന്ന് ഞാൻ തിരിച്ചു പോയിട്ടില്ല ഗൈസ്, ഞാൻ നാളെ ഒരു ഉച്ചക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ബസ്. സോ ഇന്ന് പോയി എനിക്ക് നല്ലോണം ടയേർഡായിട്ടുണ്ട്, ഒന്ന് റെസ്റ്റ് എടുക്കണം. സോ ഗൈസ്, നമുക്ക് അടുത്ത ട്രിപ്പിലേക്ക്